Hello guys, welcome back to your favorite. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വെച്ചാൽ iQOO Neo 10R അതോടൊപ്പം തന്നെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് iQOOൻ്റെ സൈഡിൽ നിന്ന് ഇറങ്ങിയ 15Rൻ്റെയും കമ്പയറിംഗ് വീഡിയോ ആണ് ഇത്. നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ ജസ്റ്റ് ഒരു സമ്മറി മാത്രം എന്നുവെച്ചാൽ നമ്മൾ ഈ ഒരു ഫോൺ ഏതാണ് ബെറ്റർ എന്നറിയാൻ മാത്രം മതിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോൻ്റെ ഇവിടെ മുതൽ കാണുക. അല്ല നിങ്ങൾക്ക് സ്പെസിഫിക് സൈഡും ഫുൾ ഡീറ്റെയിലിംഗ് ആയിട്ട് എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എല്ലാം കൂടെ വേണമെങ്കിൽ വീഡിയോ മൊത്തത്തിൽ കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഡിസ്പ്ലേ സൈഡ് നമുക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കണമെങ്കിൽ 6.59 ഇഞ്ചസിൻ്റെ ഡിസ്പ്ലേ ആണ് 15R വരുന്നെങ്കിലും നമ്മളെ പ്രീവിയസ് ഇയറിലായിട്ട് 10R വരുന്നത് 6.78 ഇഞ്ചസിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് തന്നെ രണ്ടും സെയിം തന്നെ. പിന്നെ അതോടൊപ്പം തന്നെ ടച്ച് സാമ്പിൾ റേഷ്യോ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് 15R വന്നിട്ടുണ്ട്. റെസൊല്യൂഷൻ കുറച്ചും കൂടെ ഇതായിട്ടുണ്ട്. HDRൻ്റെ സപ്പോർട്ട് ഉണ്ട്. പിന്നെ ഡോൾബി വിഷൻ്റെ സപ്പോർട്ട് ഇല്ല. HDRൻ്റെ സപ്പോർട്ട് വരുന്നത് നമ്മൾ നെറ്റ്ഫ്ലിക്സ് കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ് HDRൻ്റെ സപ്പോർട്ട് വരുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് കാര്യങ്ങൾ വരുന്നത്. അപ്പം ഡിസ്പ്ലേ സൈഡ് എല്ലാം ചെക്കൗട്ട് ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ 15R ആണ് കമ്പയർ വിത്ത് കഴിഞ്ഞ വർഷത്തെ 10R വെച്ച് നോക്കണം. പിന്നെ അവിടെ പറഞ്ഞ പ്രോസസ്സർ സൈഡ് നമ്മൾ ചെക്കൗട്ട് ചെയ്ത് നോക്കണമെങ്കിൽ സ്നാപ്ഡ്രാഗണിൻ്റെ പ്രോസസ്സർ തന്നെ രണ്ടിലും. പിന്നെ പ്രീവിയസ് ഇയറിൽ വരുന്നത് 8S Gen 3 ആണെങ്കിൽ ഇപ്പം വന്നിട്ടത് 8S Gen 5 ആണ്. കുറച്ചും കൂടെ ബെറ്റർ ബൂസ്റ്റ് ആയിട്ട് ഒരു ക്ലോക്ക് സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. പിന്നെ അവിടെ പറഞ്ഞാൽ കുറച്ചും കൂടെ പെർഫോമൻസ് സ്റ്റാർ ആയിട്ടുണ്ട്. എന്നുവെച്ചാൽ ഓവർ ക്ലോക്ക് ചെയ്ത് നീയൊക്കെ എന്തേ ചെയ്തോ ഫോൺ വാങ്ങിച്ചിട്ട് ചെയ്തോ എന്ന രീതിയിലാണ് അവർ ആ ഒരു 50R സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അവിടെ പറഞ്ഞ UFS 4.1 ആണ്. കഴിഞ്ഞ വർഷം ഈ വർഷം സെയിം ആയിരിക്കും എന്ന് വെച്ചാൽ പറയല്ല. റാമിൻ്റെ ഒക്കെ പ്രൈസ് ഒക്കെ കൂടിയത് കൊണ്ട് ഇതൊക്കെ അവന്മാർ തരുള്ളൂ. പിന്നെ അവിടെ പറഞ്ഞ LPDR 5S അൾട്രയാണ് രണ്ടിൽ ഇരിക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ HDRൽ ഒരു ചിപ്സെറ്റ് മാത്രമല്ല, പിന്നെ അവർ Q2 എന്ന് പറയുന്ന ചിപ്സെറ്റും അവർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ഗെയിം കളിക്കുമ്പോൾ 144 ഹെർട്സ് നമ്മൾ ബൂസ്റ്റർ മോഡിൽ ഓണാക്കിയിട്ട് അവന്മാർ ഈ ചിപ്സെറ്റും കൂടെ ഓണാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ FPS കുറച്ചും കൂടെ നല്ല രീതിയിൽ ക്ലാരിറ്റിയിൽ നമുക്ക് കുറച്ചും കൂടെ ഗെയിം കളിക്കാനായിട്ട് പറ്റും. എന്നുവെച്ചാൽ ഫോർ ദ എക്സാമ്പിൾ വെച്ച് നോക്കുന്നെങ്കിൽ കുറച്ചും കൂടെ ഇപ്പം ക്ലാരിറ്റി വിഷ്വലൈസ് എൻഹാൻസ് ചെയ്ത് കുറച്ചും കൂടെ ക്ലാരിറ്റിയിൽ കുറച്ചും കൂടെ FPS ഉണ്ടല്ലോ കൂട്ടി നിങ്ങൾക്ക് ഗെയിം കളിക്കാനായിട്ട് പറ്റും. പിന്നെ അതോടൊപ്പം തന്നെ അവർക്ക് നെറ്റ്വർക്ക് കുറച്ചും കൂടെ സ്റ്റേബിൾ ആക്കാൻ വേണ്ടി വേറെ ഒരു പ്രോസസ്സറും കൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് നെറ്റ്വർക്ക് സൈഡിന് വേണ്ടി. അപ്പം നിങ്ങൾക്ക് ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കുമ്പം പിന്നെ കുറയാതെ നല്ലൊരു നെറ്റ്വർക്ക് കണക്ഷൻ നിങ്ങൾക്ക് ഈ ഒരു 15Rൽ കിട്ടും. പക്ഷേ 10Rൽ ഇല്ല, അതൊന്നുമില്ല. ആകെ 8S Gen 3ൻ്റെ ഒരു ചിപ്സെറ്റ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പം അത് വെച്ച് നോക്കുമ്പോഴും കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും 15R ആണ്. ഓക്കെ. പിന്നെ ബാറ്ററി സൈഡ് ചെക്കൗട്ട് ചെയ്ത് നോക്കണമെങ്കിൽ 7300 mAh ബാറ്ററിയാണ് 15R ഇരിക്കുന്നത്. 10Rൽ 6400 mAh ബാറ്ററിയാണ് വരുന്നത്. അതോടൊപ്പം തന്നെ ചാർജിങ് അഡാപ്റ്റർ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉള്ളത് 100 വാട്ടിൻ്റെ ചാർജറാണ് വരുന്നതെങ്കിലും ഇവിടെ 80 വാട്ടിൻ്റെ ചാർജറാണ് വരുന്നത്. ബാറ്ററി സൈഡും ചാർജിങ് സൈഡൊക്കെ നോക്കണമെങ്കിലും ബെറ്റർ ആയിരിക്കും 15R. ഞാൻ ബെറ്റർ എന്ന് പറഞ്ഞ് പോകുന്നുണ്ടല്ലേ, അവസാനം പ്രൈസ് വരുമ്പോൾ നിങ്ങൾ കണ്ണ് തള്ളായി. പ്രൈസ് പിന്നെ കുഴപ്പമില്ല, ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് പ്രൈസ് ഓക്കെയാണ് എനിക്ക് തോന്നുന്നത്. പ്രൈസിൻ്റെ കാര്യമൊക്കെ അവസാനം പറയാം. ഇനി നമ്മൾ ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ ക്യാമറ സൈഡ് നമുക്ക് നോക്കുന്നെങ്കിലും കഴിഞ്ഞ വർഷത്തെക്കാട്ടിയും ബെറ്റർ 15Rൽ തന്നെ വരുന്നത്. അതിനുള്ള മെയിൻ വരുന്നത് വെച്ചാൽ സോണീൻ്റെ സെൻസേഴ്സ് തന്നെ വെച്ചിരിക്കുന്നത്. കുറച്ചും കൂടെ ബെറ്റർ സെൻസറാണ് ഏതിൽ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ 15Rലേക്ക് വരുന്നത് സോണീൻ്റെ 50 മെഗാപിക്സലിൻ്റെ LYFV എന്ന് പറയുന്ന ഒരു സെൻസറാണ് വരുന്നത്. പിന്നെ അതോടൊപ്പം അൾട്രാ വൈഡ് 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ്, പിന്നെ അതോടൊപ്പം 32 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയുണ്ട്. എന്നുവെച്ചാൽ കഴിഞ്ഞ വർഷത്തെ സെൻസർ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് മാറി, എന്നുവെച്ചാൽ സെൻസറിൻ്റെ സൈസ് ഒന്ന് മാറ്റിയതേ ഉള്ളൂ. ബാക്കിയെല്ലാം 15-നും 8-നും 32 മെഗാപിക്സലിൻ്റെ സെൽഫിയും എല്ലാം സെയിം തന്നെ. പിന്നെ സെൻസർ മാറിയപ്പം കുറച്ചും കൂടെ ഇമേജ് കുറച്ചും കൂടെ ലൈറ്റിങ് നല്ലോണം കെയറിങ് കുറച്ചും കൂടെ ഇമേജ് നല്ല രീതിയിൽ ക്ലാരിറ്റിയും വിത്ത് AI പ്രോസസ്സിങ് കൂടെ വരുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ഫോട്ടോസ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. എടുത്തു കഴിഞ്ഞാലും കുറച്ചും കൂടെ നല്ല രീതിയിൽ നമുക്ക് ഫോട്ടോസ് കിട്ടുന്നതായിരിക്കും. പിന്നെ 4K സപ്പോർട്ട് ഉണ്ട് വീഡിയോയ്ക്ക്. രണ്ടിലും 4K 30 fps-ലും 4K 60 fps-ലും നമുക്ക് വീഡിയോ കിട്ടും. പിന്നെ OS സപ്പോർട്ട് രണ്ടിലും വരുന്നുണ്ട്. ബാക്കിയെല്ലാം സെയിം ആണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ വൈഫൈ സൈഡ് നോക്കണമെങ്കിൽ Wi-Fi 7 ആണ് വരുന്നത്, മറ്റേ Wi-Fi 6 ആണ് വരുന്നത്, ഒന്നുമില്ല. പിന്നെ ബ്ലൂടൂത്ത് വെർഷൻ 6.1 ആണ് വരുന്നത്. പിന്നെ USB 2.0 ആണ് വരുന്നത്. അപ്പം 15Rൽ വരുമ്പം 10Rൽ വരുമ്പോൾ നമുക്ക് ബ്ലൂടൂത്ത് 5.4 ആണ്. പിന്നെ USB സ്പീഡ് സെയിം സ്പീഡ്
പോലെ തന്നെ 2.0 ആണ് വരുന്നത്. പിന്നെ 5G കണക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ IR ബ്ലാസ്റ്ററിന്റെ സപ്പോർട്ട് രണ്ടിലും വരുന്നുണ്ട്. മുമ്പത്തെ ഫോൺ എന്ന് വെച്ചാൽ 10R നമുക്ക് IR ബ്ലാസ്റ്റർ മുകളിലായിരുന്നു, പക്ഷെ ഇപ്പം വന്നപ്പം അത് നമ്മൾ ക്യാമറയുടെ ആ ഒരു ബട്ടൺ ഉണ്ട്, ആ ഒരു പോയിന്റ് ഓഫ് വ്യൂലാണ് ഇപ്പോൾ IR ബ്ലാസ്റ്റർ വരുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഡുവൽ സ്പീക്കറിന്റെ സപ്പോർട്ട് ഉണ്ട്, ഡോൾവിന്റെ സപ്പോർട്ട് ഉണ്ട്, പക്ഷെ അത്രയും ഒപ്റ്റിമൈസ്ഡ് അല്ല. ഓക്കെ, ബീറ്റും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആവാൻ കൊണ്ട്, പക്ഷേ നമ്മൾ എല്ലാവരും ഹെഡ്സെറ്റ് യൂസ് ചെയ്തൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതലും സിനിമസും കാര്യങ്ങളും കാണുന്നത്, അതുകൊണ്ട് അത് വലിയ കുഴപ്പമില്ലാതെ പോകും. അപ്പം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനാണെങ്കിൽ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇനി എൻ്റെ സമ്മറിയും പറയണ മുമ്പായി, ഗെയിമിംഗ് സൈഡ് നിങ്ങൾ ഒന്നും പേടിക്കേണ്ട, നിങ്ങൾ വേറെ ഒരു കാര്യം പേടിക്കേണ്ട. അവന്മാർ എന്താണ് പറയുന്നത് അത് നിങ്ങൾക്ക് കിട്ടും. എന്ന് വെച്ചാൽ 10R ഞാൻ യൂസ് ചെയ്യുന്ന എക്സ്പീരിയൻസിൽ വെച്ച് പറയണമെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആണ്. പക്ഷെ 10R കുറച്ചും കൂടെ ഒപ്റ്റിമൈസ് അവർക്ക് ചെയ്യാമായിരുന്നു, പക്ഷെ അത് ചെയ്തിട്ടില്ല. പിന്നെ OS വരുന്നത് നമുക്ക് ഒറിജിനൽ OS 6 ആണ് വരുന്നത്, ഔട്ട് ഓഫ് ബോക്സ് 50R. പക്ഷേ 10R വരുമ്പോൾ ഫൺ ടച്ച് 50 ആണ് വരുന്നത്. ഞാൻ ഇപ്പം ഫൺ ടച്ചിൽ നിന്ന് ഞാൻ ട്രയൽ വെർഷൻ ഞാൻ ഇപ്പം ഇൻസ്റ്റാൾ ചെയ്താണ്. ഇപ്പം ഞാൻ ഒറിജിനൽ OS മാറിയിട്ടുണ്ട്. സ്റ്റേബിൾ വെർഷൻ ഇതുവരെ വന്നിട്ടില്ല എനിക്ക്, അപ്പം അതുകൊണ്ട് ട്രയൽ വെർഷനാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യണത്. ചെറിയ ചെറിയ ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും കുറച്ചും കൂടെ നല്ല രീതിയിൽ സ്പീഡ് ആൻഡ് സ്മൂത്തി ആയിട്ടുണ്ട്, കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ട് ഒറിജിനൽ OS വന്നപ്പം. സ്റ്റേബിൾ വെർഷൻ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഒപ്റ്റിമൈസേഷനും കുറച്ചും കൂടെ നമുക്ക് സ്മൂത്ത് കിട്ടിയാണ്. പക്ഷേ അല്ലാതെ ചില സമയത്ത് നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ലാഗ് ആവുന്നുണ്ട്. ഇത്രയും നല്ലൊരു ഡീപ്പായിട്ട് അവർ 10R ഒപ്റ്റിമൈസ് ചെയ്തിട്ടില്ല, എന്നാൽ സ്റ്റേബിൾ വെർഷൻ വന്നിട്ടില്ല. 50R എന്തായാലും നല്ലൊരു സ്റ്റേബിൾ വെർഷൻസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, എന്ന് വെച്ചാൽ അവർ പുതിയ ഫോൺ ഔട്ട് ഓഫ് ബോക്സ് വന്നപ്പം അവർക്ക് നല്ല രീതിയിൽ അവർ ഒപ്റ്റിമൈസ് ചെയ്തിട്ടാണ് അവർ ഇറങ്ങുന്നത്. അപ്പം നല്ല രീതിയിൽ OS സപ്പോർട്ട്, OSന്റെ നല്ല ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി ഞാൻ എൻ്റെ സമ്മറിയും പറയാം. ബ്രോ, ഏത് ഫോൺ എടുക്കണം? നിങ്ങൾ പ്രൈസ് നിങ്ങൾക്ക് ഇല്ല, കുഴപ്പമില്ല. പ്രൈസ് എത്രയായാലും നമുക്കൊരു കുഴപ്പമില്ല, പക്ഷെ നല്ല ഫോണായിരിക്കും. എന്നാൽ വെച്ചാൽ കുറച്ചൊരു നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് വിചാരിച്ച രീതിയിൽ കിട്ടണം എന്ന് ഉണ്ടെങ്കിൽ നമുക്ക് 50R എടുക്കാം. അല്ല, എൻ്റെ പൈസയൊന്നും ഇല്ല, എനിക്ക് ഒരു അത്യാവശ്യം ഒരു ഡീസൻറ്റ് ഫോൺ മതി എന്നൊരു തിങ്കിലാണ് നിങ്ങൾ നിൽക്കുന്നെങ്കിൽ, അത്യാവശ്യം തിങ്കിങ് എന്ന് വെച്ചാൽ അത്യാവശ്യം ഒരു ഡീസൻറ്റ് ഒരു ഗെയിമിംഗ് ഫോൺ മതി എന്നൊരു തിങ്കിലാണ് നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് 10R എടുക്കുക. ഓക്കെ, ഞാൻ അഡോപ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ പ്രൈസ് റേഞ്ച് എങ്ങനെയാണ് വരുമ്പം എന്ന് വെച്ചാൽ 30K അകത്ത്, 30K എന്ന് വെച്ചാൽ ഒരു 28 അതിൻ്റെയൊക്കെ അകത്ത് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ നിങ്ങൾ 10R എടുത്താൽ മതി. അല്ലാത്ത ആവശ്യം നിങ്ങൾ എടുക്കാൻ പോകണ്ട. എന്ന് വെച്ചാൽ 30K പുറത്ത് വരുമ്പോൾ എടുക്കാൻ പോകേണ്ട ആവശ്യം അത്രയ്ക്കൊന്നും 10R ഇല്ല എൻ്റെ യൂസ് എക്സ്പീരിയൻസിൽ വെച്ച് ഞാൻ നോക്കണമെങ്കിൽ. ഫോൺ ഓക്കെ, ഒരു ഡീസൻറ്റ് ഒരു നോർമൽ ഫോൺ, പക്ഷേ ഒരു ഹെവി യൂസറിന് പറ്റിയ ഒരു ഫോണായിട്ട് എനിക്ക് തോന്നുന്നു. ഫസ്റ്റത്തെ കുറച്ച് നാൾ നല്ല എക്സ്പീരിയൻസ് കിട്ടുമെങ്കിൽ പിന്നെ ആകുമ്പോൾ ഫോണിനോണ്ടും പറ്റൂല. പക്ഷേ ഞാൻ ഇപ്പോൾ ഒറിജിനൽ OS മാറിയപ്പോൾ കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ടുണ്ട്, കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ട് എന്ന് വെച്ചാലും കുഴപ്പമില്ല. ഗെയിമിംഗ് സൈഡും എനിക്ക് ഒരു കുഴപ്പമില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഗെയിം കളിക്കുമ്പോൾ ചെറുതായിട്ട് ഫ്രെയിം ഡ്രോപ്പ് വരും എന്നല്ലാതെ വേറെ ഒരു കുഴപ്പം എനിക്ക് 10R വന്നിട്ടില്ല. ഫ്രെയിം ഡ്രോപ്പ് എന്ന് വെച്ചാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ടച്ച് റെസ്പോണ്ട് ചെയ്യില്ല. അപ്പോൾ നമ്മളത് എന്തൊരു കൂട്ടിയിട്ട് കളിച്ചാൽ പോലും ചില സമയത്ത് കിട്ടണമെന്നില്ല. എന്ന് വെച്ചാൽ ചില ഗെയിംസ് BGMI കളിക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അല്ലാതെ ഞാൻ വേറെ പല ഗെയിംസും കളിക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. BGMI എനിക്ക് അങ്ങനെ വന്നിട്ടില്ല. എന്ന് വെച്ചാൽ അവർ BGMI അത്ര ഒപ്റ്റിമൈസ് സെറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് BGM സൈഡ് എനിക്ക് അങ്ങനെ വന്നിട്ടില്ല. ഫ്രീ ഫയർ സൈഡും എനിക്ക് അങ്ങനെ വന്നിട്ടില്ല. അല്ലാതെ വേറെ ചില ഗെയിംസ് എന്ന് വെച്ചാൽ മൈൻക്രാഫ്റ്റ്, പിന്നെ അല്ലാതെ കുറേ കാറിൻ്റെ ഗെയിംസും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് പണി തരുന്നുണ്ട്. പിന്നെ എല്ലാ ഗെയിംസും ഇതിനകത്ത് ഓടും. സ്നാപ്ഡ്രാഗൺ പ്രോസസ്സർ ആയതുകൊണ്ട് എല്ലാ ഗെയിമും ഇതിൽ കിട്ടും. അതൊക്കെ എനിക്ക് നിയോ 10R ഉള്ളൂ. പിന്നെ ബാറ്ററി സൈഡും നല്ല രീതിയിൽ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നത്. ഇപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഗെയിമും കളിക്കണമെങ്കിൽ ബാറ്ററി ബാക്കപ്പ് നിങ്ങൾക്കറിയാലോ, ഒരു ദിവസം തന്നെ 2-3 വട്ടം ചെയ്യണം. അല്ലാത്ത പക്ഷേ ഒരു നോർമൽ യൂസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം കൂടുതൽ കിട്ടും. നല്ലൊരു ബാറ്ററി ബാക്കപ്പ് എനിക്ക് കിട്ടുന്നു. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും കിട്ടുന്നുണ്ട്. എനിക്ക് അരമണിക്കൂറിൽ തന്നെ ഒരു 0 to എനിക്ക് 60 വരെ എനിക്ക് അരമണിക്കൂറിൽ തന്നെ കിട്ടുന്നുണ്ട്. ഒരു 45 മിനിറ്റ്സ് കൊണ്ട് തന്നെ എനിക്ക് ഫുൾ ചാർജ് എനിക്കായി കിട്ടുന്നുണ്ട്. പിന്നെ അതോടൊപ്പം ഫാസ്റ്റ് ചാർജിങ്ങും കൂടെ നമ്മൾ ഓണാക്കിയിട്ടാൽ കുറച്ചും കൂടെ ഫാസ്റ്റ് ചാർജിങ് ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ അതോടൊപ്പം നിങ്ങൾ ചാർജ് കുത്തുമ്പോൾ അത്യാവശ്യം ഫോൺ നല്ല രീതിയിൽ വാം ആവും, നല്ല ഹീറ്റ് ആവുന്നുണ്ട്. അപ്പം ഫാസ്റ്റ് ചാർജിങ് നിങ്ങൾ ഓഫ് ചെയ്തിട്ട് ചാർജ് ചെയ്യണതായിരിക്കും കുറച്ചും കൂടെ ബാറ്ററിക്ക് നല്ലത്. ഇപ്പോൾ എൻ്റെ ബാറ്ററി ഹെൽത്ത് ചെക്കൗട്ട് ചെയ്ത് നോക്കിയാൽ 99% ആണ് ഇപ്പോൾ ബാറ്ററി ഹെൽത്ത് ഉള്ളത്. എന്ന് വെച്ചാൽ ഞാൻ ഫോൺ എടുത്തിട്ട് കുറച്ചൊരു ഏകദേശം കഴിഞ്ഞ ഓണത്തിനാണ് എടുത്തത്. അപ്പോൾ ഓണം കഴിഞ്ഞപ്പം 8 മാസമായി. ഞാൻ ഫോൺ എടുത്തിട്ട് 8 മാസമായിട്ടുണ്ട്. അപ്പം ബാറ്ററി ഹെൽത്ത് 99% ആണ് ഇപ്പം കാണിക്കുന്നത്. ഇപ്പം ഞാൻ എന്തൊരു ബാറ്ററി കുറച്ചും കൂടെ സ്റ്റഡി ആക്കാൻ, എന്ന് വെച്ചാൽ 99 തന്നെ സ്റ്റേബിൾ ആക്കാൻ വേണ്ടി ചെയ്യണമെന്ന് വെച്ചാൽ 80% പോകും. അവിടെ നിന്ന് 20% താഴോട്ട് ഞാൻ ഡൗൺ ചെയ്യാറില്ല, എന്നാൽ ചാർജിങ് ഡൗൺ ചെയ്യാറില്ല. 20% ആവും തന്നെ ഞാൻ ചാർജ് ചെയ്യും, 80% ആകുമ്പോൾ ഞാൻ ഊരും. ആ രീതിയിലാണ് ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് എൻ്റെ നിയോ 10R വെച്ച് പറയാനുള്ളത്. ഫൺ ടച്ച് OS ആണ് ഇപ്പം ഓടുമെങ്കിലും നിങ്ങൾക്ക് അപ്ഡേറ്റ് ഒന്നും വരില്ല. എന്തായാലും ഒരു ഏപ്പർ ഒക്കെ എന്നാൽ ഈ വർഷം എൻഡിനോട് മുമ്പ് തന്നെ നമുക്ക് എന്തായാലും സ്റ്റേബിൾ വെർഷൻ കിട്ടും എന്നാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. കിട്ടിയാൽ മതിയായിരുന്നു. ഞാൻ പക്ഷേ ട്രയൽ വെർഷനാണ് ഞാൻ യൂസ് ചെയ്യണത്.
നിങ്ങളാരും ട്രയൽ വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും സ്വന്തം റിസ്കിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ലാതെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിട്ട് അവന്മാരുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർ കൈമലത്തും. ഓക്കെ. പിന്നെ അതോടൊപ്പം തന്നെ ക്യാമറ സൈഡ് ചെക്കൗട്ട് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞു ഇത് ഗെയിമിംഗ് ഫോണാണ്, ക്യാമറയ്ക്ക് വലിയ പ്രാധാന്യം ഇല്ല, അവർ കൊടുക്കത്തില്ല. അപ്പം അതിനുള്ള ക്യാമറ പെർഫോമൻസേ ഉള്ളൂ. എന്നാലും നിങ്ങൾ പ്രോ മോഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാൻ അറിയാമെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ എടുക്കാൻ പറ്റും. അല്ലാതെ തന്നെ നിങ്ങൾക്ക് പോർട്രേറ്റ് യൂസ് ചെയ്ത് വീഡിയോ സൈഡ് എനിക്ക് ഒട്ടും പറയില്ല. എന്ന് വെച്ചാൽ നോയ്സും കാര്യങ്ങളൊക്കെ വീഡിയോ സൈഡ് വരുന്നുണ്ട്. എനിക്കെന്തോ വീഡിയോ സൈഡ് എനിക്ക് ഒട്ടും ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഫോട്ടോയെ കാട്ടിയും പിന്നെയും കുഴപ്പമില്ല, പക്ഷേ വീഡിയോ സൈഡ് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അപ്പം അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ 50R നിങ്ങൾക്ക് 50Rലോട്ട് വരുമ്പം കുറച്ചും കൂടെ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്, കുറച്ചും കൂടെ പുതിയൊരു സ്പെസിഫിക് സൈഡൊക്കെ വരുന്നുണ്ട്. പക്ഷേ പ്രൈസ് റേഞ്ച് വരുന്നത് സ്റ്റാർട്ടിംഗ് പ്രൈസ് തന്നെ നിങ്ങൾക്ക് 40K വരുന്നുണ്ട് സ്റ്റാർട്ടിംഗ് പ്രൈസ്. നിങ്ങൾ 40K ഇല്ല എന്ന് ഉണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ നിയോ 10 ഒക്കെ എടുക്കാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ച് പൈസയും കൂടെ എടുത്തിട്ട് 50R എടുക്കുക, അത്രേ ഉള്ളൂ എനിക്ക് പറയാം. ഓക്കെ. 50R കുറച്ചും കൂടെ പ്രീമിയം ആണ്, കുറച്ചും കൂടെ നമുക്ക് കയ്യിൽ ഒതുങ്ങും, കുറച്ചും കൂടെ എന്തായാലും എവിടെ നിന്നാലും ഞാൻ പറഞ്ഞില്ലേ പ്രീമിയം ഫോൺസ് രീതിയിൽ നമുക്ക് ഇത് കിട്ടും. അതൊക്കെയാണ് 50R കൊണ്ട് മെയിൻ ഗുണം. പിന്നെ അവിടെ കുറച്ചും കൂടെ ക്യാമറ സൈഡ് കുറച്ചും കൂടെ സെൻസർ സൈഡൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ നല്ലതാക്കിയതുകൊണ്ടും നല്ല ഫോട്ടോസും നല്ല വീഡിയോസും കാര്യങ്ങളും ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഫ്രണ്ട് ക്യാമറ സെയിം കാര്യം തന്നെ, വേറെ ഒന്നുമില്ല, മാറ്റങ്ങളും ഒന്നുമില്ല. പിന്നെ കുറച്ചും കൂടെ വീഡിയോ ക്ലാരിറ്റിയും കുറച്ചും കൂടെ ഇമ്പ്രൂവ്മെൻറ്റ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അറിഞ്ഞ വെച്ച് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ തന്നെ എനിക്ക് പറയാനായിട്ടുള്ളത്. പ്രൈസ് റേഞ്ച് വെച്ച് ഞാൻ പറയണമെങ്കിൽ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ള ഫോൺ 50R ആണ്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തോന്നണമെന്നില്ല. നിങ്ങൾക്ക് മെയിനായിട്ട് ഇപ്പോൾ ഗെയിമും വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് മെയിൻ ഫോക്കസ് ചെയ്തെങ്കിൽ നിങ്ങൾ ഗെയിമിംഗ് ഫോണായിട്ട് റിലേറ്റീവ് ആയിട്ടുള്ള ഫോണാണ്. ഇപ്പം നിയോ 10-നെക്കാട്ടും ബെറ്റർ 50R നിങ്ങൾ എടുക്കുക. പ്രൈസും കുഴപ്പമില്ലെങ്കിൽ 50R എടുക്കുക. അല്ലാത്ത പക്ഷേ നിങ്ങൾ ഒരു ഫോട്ടോയ്ക്കാണ് മെയിനായിട്ട് നോക്കുന്നത്, നിങ്ങൾ വിവോൻ്റെ ഏതെങ്കിലും ഫോൺ നോക്കുക, അല്ലെങ്കിൽ ഒപ്പോൻ്റെ നോക്കുക. ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, എന്നാലും നോക്കുക. പിന്നെ അല്ലെങ്കിൽ OnePlus നിങ്ങൾക്ക് നോക്കുക. അപ്പം 40Kയിലൊക്കെ പ്രൈസ് റേഞ്ച് വരുമ്പം പലവരും അപ്പോഴും ഐഫോൺ എടുത്തുകൂടി എന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ച് നോക്കണമെങ്കിൽ iPhone 17 ആണ് കുറച്ചും കൂടി ബെറ്റർ, അല്ലെങ്കിൽ iPhone 60 എടുക്കുക. അല്ലെങ്കിൽ iPhone 50 എടുത്തിട്ട് കാര്യമില്ലെന്നേ ഉള്ളൂ. ഒന്നുമില്ല 60 അല്ലെങ്കിൽ 70 എടുക്കാനായിരിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. നിങ്ങളെ ഓരോ ഇഷ്ടം, നിങ്ങളെ പ്രൈസ്, നിങ്ങളെ പൈസ, നിങ്ങളെ രീതി, വീഡിയോ ചെയ്യുക എന്നൊരു ഒറ്റ ഇതേ ഉള്ളൂ. അപ്പം എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ച് പറയുകയാണെങ്കിൽ 50R കുറച്ചും കൂടെ ബെറ്ററാണ് 10Rനെ അപേക്ഷിച്ച്. പക്ഷേ പ്രൈസ് റേഞ്ചും വെച്ച് നോക്കണമെങ്കിൽ 10Rൻ്റെ ഒരു പവർ കാണിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഒരു 30Kൻ്റെ അകത്ത് വരുമ്പം അതിൻ്റെ ഉള്ള പവർ കാണിക്കുന്നുണ്ട്. 50R 40K പോകുമ്പം അതിൻ്റെ ഉള്ള പവർ അത് കാണിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ അവിടെ വന്നാൽ നിങ്ങളെ ഫ്രണ്ട്സും കൂടെ ഷെയർ ചെയ്ത് പിന്നെ കമൻറ്റും കൂടെ ചെയ്യുക. പിന്നെ ഇതേപോലത്തെ റിലേറ്റീവ് വീഡിയോസ് വേണമെങ്കിൽ, ഏതൊക്കെ ഫോൺ കമ്പയർ ചെയ്യണ വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടുക. അപ്പം ഓക്കെ, ബൈ.